ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PWD ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് തസ്തികയിൽ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂൺ 19-നാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ പ്രീവിയസ് എക്സാമിനേഷനൊക്കെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കപ്പാസിറ്ററിനെ പറ്റിയിട്ട് അറിയാം, കപ്പാസിറ്റൻസ് എന്താണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റൻസ്, അത് എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ, അതിന്റെ ഇക്വേഷൻ, അത് ആ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കപ്പാസിറ്റേഴ്സ്, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിനുള്ള എക്സ്പ്രഷൻസ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് കപ്പാസിറ്റർ എന്താണെന്നും കപ്പാസിറ്റൻസ് എന്താണെന്നും അതിന്റെ എനർജി സ്റ്റോറിനുള്ള ഇക്വേഷൻസ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. So capacitor. So what you mean by a capacitor? Capacitor എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A capacitor is a special arrangement of two conductors. അല്ലെ, രണ്ട് കണ്ടക്ടേഴ്സ് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ ഇഷ്ടം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് എ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് two conductors എന്താണ് അതിന്റെ പ്രത്യേകത? ആ കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റ്സിന്റെ ഉള്ളിലായിരിക്കും എന്തുണ്ടാവുക? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക അല്ലെ. ഔട്ട്സൈഡ് ദ പ്ലേറ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. സോ കപ്പാസിറ്റർ ഈസ് എ സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് ടു കണ്ടക്ടേഴ്സ് ടു കൺഫൈൻ electric field to the space within it. അല്ലെ. അപ്പൊ ഇതിന് ഇങ്ങനെയുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന് പറയുക. നമുക്ക് നോക്കി നോക്കാം. കപ്പാസിറ്റർ, നമുക്കൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. സോ ലെറ്റ് us consider a parallel plate capacitor. ഇതൊരു പ്ലേറ്റ്, ഇത് വേറൊരു പ്ലേറ്റ്, സെക്കൻഡ് പ്ലേറ്റ് അല്ലെ. സോ ഫസ്റ്റ് പ്ലേറ്റിൽ ഞാൻ പ്ലസ് ചാർജ് ആണ് കൊടുക്കുന്നത്, പ്ലസ് ചാർജ് അല്ലെ. കപ്പാസിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ചാർജ് സെപ്പറേഷൻ വേണം. രണ്ടാമത്തെ പ്ലേറ്റിൽ ഞാൻ നെഗറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നത്, നെഗറ്റീവ്. സോ ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതൊരു സർഫസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഞാൻ പ്ലസ് റോ എസ് എന്ന് എഴുതി, ഇവിടെ മൈനസ് റോ എസ് ആയിരിക്കും. കാരണം സെയിം ഏരിയ, നമ്മൾ ചാർജിന്റെ സൈൻ മാത്രം നമ്മൾ വ്യത്യാസപ്പെടുത്തി കൊടുക്കുന്നുള്ളൂ അല്ലെ. സോ വാട്ട് ഇസ് ദ ടോട്ടൽ ചാർജ് പ്രസന്റ് ഇൻ ദിസ് പ്ലേറ്റ്? ഫസ്റ്റ് പ്ലേറ്റിൽ എത്രയായിരിക്കും ടോട്ടൽ ചാർജ് ഉണ്ടാവുക? ലെറ്റ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിന്റെ രണ്ട് പ്ലേറ്റിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടോട്ടൽ ചാർജ്? ഇവിടെ നമുക്ക് പ്ലസ് ക്യൂ ഉണ്ടാവും അല്ലെ. അതായത് പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ എസ് ഇൻറ്റു എ ആയിരിക്കും. അതുപോലെ ഇവിടെ എന്തുണ്ടാവും? നമുക്ക് മൈനസ് ക്യൂ ഉണ്ടാകും ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ആൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് വിൽ ബി ഡിനോട്ടഡ് ആസ് ഡി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. സോ ദ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് വിൽ ബി ഡി. ഇത് ഡി ആണെന്ന് വിചാരിക്കും, ഡി. ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ അല്ലെ. എന്തായിരുന്നു? ഒരു സർഫസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് എക്സ്പ്രഷൻ. So for a surface charge, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് ലൈൻ ചാർജ്, സർഫസ് ചാർജ്, വോളിയം ചാർജ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സോ സർഫസ് ചാർജ് മൂലം what is the electric field intensity due to a surface charge? It is rho s divided by 2 epsilon into ഡയറക്ഷൻ ഉണ്ടാകും. ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ദ ഡയറക്ഷൻ ഈസ് an അല്ലെ. an ആയിരിക്കും. an is the unit vector
പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. നമ്മൾ ഏത് സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണുന്നത്, ഏത് സർഫസ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണോ കാണുന്നത്, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന യൂണിറ്റ് വെക്ടർ ആണ് എന്ത്, എ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്. ഞാൻ ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്യാണ്. ഈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ലെറ്റ് us കൺസിഡർ ദിസ് ഇസ് എക്സ് ഡയറക്ഷൻ, ഇത് എക്സ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്, ഈ ഒരു പോയിന്റിൽ, ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ നെഗറ്റീവ് പ്ലേറ്റിന്റെ ഇപ്പുറത്തേക്കുള്ള ഈ സൈഡിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇവിടെ രണ്ട് സർഫസ് ചാർജ് ഉണ്ട്. ഒന്ന് മൈനസ് റോസ് കൂളം പെർ മീറ്റർ സ്ക്വയർ ഉള്ളതും അതുപോലെ തന്നെ പ്ലസ് റോയസ് കൂളം പെർ മീറ്റർ സ്ക്വയർ ഉള്ള രണ്ട് സർഫസ് ചാർജ് ഉണ്ട്. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ദ സം ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദിസ് ചാർജ് ആൻഡ് ദിസ് ചാർജ്, അല്ലെ? അങ്ങനെയായിരിക്കും. സോ ഞാൻ ആദ്യം ഈ ഡയറക്ഷനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എഴുതുകയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. സോ ഈ നെറ്റ് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ആദ്യം ഞാൻ ഇതിന്റെ എഴുതാം, ഫസ്റ്റത്തെ ഈ മൈനസ് ചാർജിന്റെ, മൈനസ് പ്ലേറ്റിന്റെ. സോ ഇറ്റ് ഈസ് മൈനസ് ρs ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു വാട്ട് ഇസ് an. ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ വരിക? അതെന്താണ്? എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ നമ്മൾ ax എന്നാണ് എഴുതുക. സോ ഇറ്റ് ഈസ് ax എഴുതാം. പ്ലസ് ഇനി അടുത്തത് ഈ ഒരു സർഫസ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ്. അതെങ്ങനെയാണ് എഴുതുക? ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്ലസ് റോയസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു വാട്ട് ഇസ് ദ യൂണിറ്റ് വെക്ടർ? യൂണിറ്റ് വെക്ടർ എന്താണ് ഇവിടെ? ഇവിടെയും ഈ ഡയറക്ഷനിലായത് കാരണം അതും പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് തന്നെയാണ്. സോ ax എന്ന് വരും. സോ ഇവിടെ എന്ത് വരും? ഇത് ഒന്ന് പ്ലസ് ചാർജും ഒന്ന് മൈനസ് ചാർജും സെയിം ക്വാണ്ടിറ്റി. സോ നെറ്റ് ഫീൽഡ് വിൽ ബി 0. So at any point to the right of this plate, the net electric field will be 0. Similarly, ഈ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് കാണാം. ഈ ഡയറക്ഷനിലേക്ക് at any point here, the total electric field is due to sum of electric field due to this charge density and ഇത് രണ്ടും കൂടെ. So what is E net here? E net is equal to എന്തായിരിക്കും വരിക? ആദ്യം നമുക്ക് ഇതിന്റെ എഴുതാം. ഇതെന്താണ്? റോ എസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ. എപ്സിലോൺ എഴുതാം. 2 epsilon into what is the unit vector perpendicular to this? ഈ ഒരു ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്കും ഇത് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. സോ ഇറ്റ് ഇസ് മൈനസ് ax എന്ന് വരും അല്ലെ? പ്ലസ് അടുത്ത ഇതിന്റെ എങ്ങനെയായിരിക്കും എഴുതുക? ഈ ഒരു സൈഡിലേക്കുള്ളത് മൈനസ് റോയസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു ഈ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ അതും എന്താണ്? മൈനസ് എക്സ് ഡയറക്ഷൻ ആണ്. ദാറ്റ് ഇസ് മൈനസ് ax ഇങ്ങനെ വരും. സോ ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരും, ഇവിടെ മൈനസ് വരും. So again, the net electric field will be 0 in this region also. Now you have to find out the electric field due to these two charges, surface charges in between these two plates. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക്. അപ്പൊ ഈ റോയസ് മൂലം നമുക്ക് ഇങ്ങനെയും ഉണ്ടാകും, അതുപോലെ തന്നെ ഇവിടുന്ന് എങ്ങനെ ഉണ്ടാകും? ഡയറക്ഷൻ ആട്ടോ ഞാൻ വരച്ചത്. ഇത് മൂലം നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ളത് കാണണമെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും. സോ വാട്ട് ഇസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്? ഇവിടെ ഞാൻ എഴുതാം. സോ വാട്ട് ഇസ് E net? E net is equal to ആദ്യം ഇത് എഴുതാം. സോ റോയസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു വാട്ട് ഇസ് ദ ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ്. സോ ax വരും അല്ലെ? പ്ലസ് ഇനി ഇതിന്റെ എഴുതാം മൈനസ് റോയസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു ഇതിന്റെ ഡയറക്ഷൻ എന്താണ്? ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലെ? സോ ദാറ്റ് ഇസ് മൈനസ് ax മൈനസ് ax. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ്, ഇതും പ്ലസ് ആണ്. സോ ഇറ്റ് വിൽ ആഡ് അപ്പ് അല്ലെ? സോ 2 ടൈംസ് വരും റോ എസ് ഡിവൈഡഡ് ബൈ 2 എപ്സിലോൺ ഇൻറ്റു ax വരും. സോ ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്താണ് വരിക? റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഇൻറ്റു ax. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിതിൻ ദീസ് ടു പ്ലേറ്റ്സ്? എന്തായിരിക്കും? ഇറ്റ് ഈസ് റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഇൻറ്റു ax. അപ്പൊ അത് ഓർത്തിരിക്കുക. അപ്പം ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കേസിൽ ഇങ്ങനെയാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് വരിക. വാട്ട് ഇസ് ദ ഡയറക്ഷൻ? ഡയറക്ഷൻ ഈസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അതായത് പ്ലസ് ചാർജിൽ നിന്ന് എപ്പോഴും മൈനസ് ചാർജിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അത് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാറുള്ളതാണ് അല്ലെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് +2 മൈനസ് ആണെന്നുള്ളത്. സോ അതിങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? ഇവിടെ ആഡ് ചെയ്തിട്ട് വരുന്നത് കാരണമാണ് നമുക്ക് എക്സ് ഡയറക്ഷനിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വിതിൻ ദ സ്പേസ് between parallel plates is rho s divided by epsilon into ax എന്ന് പറയുന്നത്. സോ ഇത് ഓർത്തിരിക്കുക കേട്ടോ. this is important. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ്. ഓക്കെ, ഇനി നൗ
in this case we have to consider 3 types of capacitors. നമുക്ക് 3 തരം കപ്പാസിറ്റർ ആണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പാരലൽ പ്ലേറ്റ് capacitor. Second one is coaxial capacitor, and the third one is spherical capacitor, So we have to derive the expression for capacitance in all these 3 cases. Parallel plate capacitor ന്റെ capacitance എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ കോയാക്സിയലിന്റെ കണ്ടുപിടിക്കണം. അതുപോലെ സ്ഫെറിക്കൽ കപ്പാസിറ്ററിന്റെ കേസിലും കപ്പാസിറ്റൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ആദ്യം നമുക്ക് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നോക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓക്കെ, സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഞാൻ ഇവിടെ ഒന്ന് ഡ്രോ ചെയ്യാം. So let us consider this is a parallel plate capacitor with the same area A. ഇതും A ആണ്. Okay, and the total charge present in this will be plus Q. ഇത് plus Q ആണ്, ഇത് minus Q ആണ്. Charge distribution എന്ന് പറയുന്നത് ഇവിടെ എന്ത് വരും? ഇവിടെ let us consider this is plus rho S and this is minus rho S ആണെന്ന് വിചാരിക്കുക. And the distance of separation between the 2 plates will be let us consider it is D. Distance of separation will be D ആണെന്ന് വിചാരിക്കുക. Okay, and I'm marking the first plate as 1. First plate നെ ഞാൻ 1 എന്ന് represent ചെയ്തു. This is first plate and this is second plate. Okay, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി ഞാൻ ഇതെന്താണ്? ഇത് x ഡയറക്ഷൻ ആണ് കേട്ടോ. This is x direction. ഞാൻ ഈ ഒരു പോയിന്റിനെ ഞാൻ x is equal to 0 എന്ന് വരച്ചു എന്ന് വിളിച്ചു. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ D ആയത് കാരണം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x is equal to D ആയിരിക്കും അല്ലെ? സോ അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സ്പേസ് D എന്നുള്ളത് പറയാനായിട്ട് പറ്റുള്ളൂ. Now you have to derive the capacitance of this parallel plate capacitor. Capacitance കാണണം. So we know the expression for capacitance is Q divided by V. ഈ ഒരു എക്സ്പ്രഷനിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, Q divided by V എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഇനി എന്താണ് നമുക്ക് ഇതിന്റെ ഓൾറെഡി അറിയാം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. C is equal to epsilon A divided by D ആണ് അല്ലെ? ഇതിന് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഡെറിവേഷൻ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു വർക്കിംഗ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ C is equal to Q by V ആണ്. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പോവാണ്. V. What is V? V is equal to minus integral E dot dl ആണെന്ന് അറിയാം. ഈ തൊട്ട് മുന്നേ നമ്മളിപ്പോ പഠിച്ചു അല്ലെ? ഈ എന്തായിരുന്നു? E is equal to എന്തായിരുന്നു? തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചു. വിത്തിൻ ദ സ്പേസ്, കപ്പാസിറ്ററിന്റെ ഉള്ളില് ഈ സ്പേസിന്റെ ഇടയിൽ നമുക്ക് E എന്ന് പറയുന്നത് റോ എസ് ബൈ എപ്സിലോൺ ഇൻറ്റു AX ആണെന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, so E is equal to rho S divided by epsilon into AX cap ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. So what is V? V is equal to integral നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് കപ്പാസിറ്റർ ഇതിന്റെ ഇടയിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 കപ്പാസിറ്റർ എവിടെ തൊട്ട് എവിടെ വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും? ഈ 1 കപ്പാസിറ്റർ മുതൽ 2 കപ്പാസിറ്റർ വരെ. സോ എപ്പോഴും നമ്മൾ ഹയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹയർ ചാർജ് ഉള്ളത് നമ്മൾ മേളിൽ ഇന്റഗ്രേഷൻ ലിമിറ്റിന്റെ മേളിലാണ് എഴുതുക. സോ 1 ആണ് മേളിൽ എഴുതേണ്ടത്, 2 അടിയിൽ എഴുതണം. ഓക്കെ, so E dot dl, E എന്ന് പറഞ്ഞാൽ rho S divided by epsilon into AX cap. dl എന്താണ്? dl എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുക്കുന്നത്. സോ x ഡയറക്ഷൻ ആണ് അല്ലെ? സോ വാട്ട് ഇസ് dl? dl is dx AX അല്ലെ? നമ്മളുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് dy യും dz ഉം 0 ആണ്. അപ്പൊ നമുക്ക് dl എന്ന് പറയുന്നത് ഇത്രയും മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ഇറ്റ് ഇസ് dx into AX cap എന്ന് വരും. സോ ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് ആണ്. സോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും? ഇന്റഗ്രൽ 2 to 1 എന്ന് പറയും. 2 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? D. 1ന്റെ 0 അല്ലെ? സോ D to 0 rho S divided by epsilon into AX dot AX എന്ന് പറയുന്നത് 1 ആണ് into DX എന്നപ്പം വരും. സോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് ഈക്വൽ ടു rho S divided by epsilon എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ D to 0 DX എന്ന് വരും. So this is equal to rho S divided by epsilon into integral dx എന്ന് പറഞ്ഞാൽ x ആണ്. Limit is D to 0 എന്ന് വരും. So this is equal to rho S divided by epsilon into
0 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ഡി വരും അല്ലെ, ഡി വരും. സോറി, ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, ആ മൈനസ് ഇടാൻ പറഞ്ഞു. മൈനസ്. So minus rho s divided by epsilon. Minus rho s divided by epsilon. So this is equal to rho s divided by epsilon into d എന്ന് വരും. സോ വി നമുക്ക് കിട്ടി, റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഇൻറ്റു ഡി. ഇതൊക്കെ ഓർത്തിരുന്നോളൂ കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആണെങ്കിൽ വാട്ട് ഇസ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇ ബൈ ഡി ആണ്. സോ ഇ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരുമ്പോഴത്തേക്കും ഡി മേളിൽ പോയിട്ട് റോ എസ് ബൈ എപ്സിലോൺ ഇൻറ്റു ഡി എന്ന് കിട്ടും. ഇതൊക്കെ ഓർത്തിരുന്നോളണേ, പ്രോബ്ലത്തിൽ നമുക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി വാട്ട് ഇസ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്റൻസ് സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നാണ് അല്ലെ. സോ സി ഇസ് ഈക്വൽ ടു ക്യൂ എന്താണ്? വാട്ട് ഇസ് ദ ക്യൂ? ഇവിടുന്ന് എങ്ങനെ എഴുതാം? ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? സെയിം പ്ലേറ്റ് ആണ്, സെയിം ഏരിയ ഉള്ള പ്ലേറ്റ് ആണ്. ഒരെണ്ണത്തിന് റോ എസും മറ്റേതിന് മൈനസ് റോ എസും ആണെന്നുള്ളൂ. സോ ടോട്ടൽ ചാർജ് ക്യൂ എനിക്ക് റോ എസ് ഇൻറ്റു എ എന്ന് വരും അല്ലെ. സോ റോ എസ് ഇൻറ്റു എ. സോ ഇവിടെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ എസ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ റോ എസ് ഇൻറ്റു എ ഡിവൈഡഡ് ബൈ വി എന്താണ്? വി ഇസ് റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ, റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഇൻറ്റു എ എന്ന് വരും, സോറി ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, സോ റോ എസും ക്യാൻസൽ ആയി. ഓക്കെ, ഈ എപ്സിലോൺ മുകളിൽ പോകും. സോ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി. ഇങ്ങനെയാണ് നമുക്ക് ഈ കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ്, നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഒക്കെയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഡെറിവേഷൻ നമുക്ക് ചോദിക്കുകയൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇന്റർകണക്റ്റഡ് ആണ്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഡിറൈവ് ചെയ്തത്. സോ എങ്ങനെയാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുക? ഓൾവേസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദ കപ്പാസിറ്റൻസ്, ഓൾവേസ് ഗോ ത്രൂ ദിസ് ഇക്വേഷൻ. സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി, ഫൈൻഡ് ഔട്ട് വി, then apply equation of V in this equation. You will get the equation for capacitance. Okay, അപ്പൊ ഇതാണ് നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക് കോയാക്സിയൽ കപ്പാസിറ്റർ. കോയാക്സിയൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കോയാക്സിയൽ കപ്പാസിറ്റർ അല്ലെ, സെയിം ആക്സിസ് ഉള്ളത്. സോ ഞാനിവിടെ ഒരു സിലിണ്ടറിക്കൽ കപ്പാസിറ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ കോയാക്സിയൽ കപ്പാസിറ്റർ. ഇതിനെ നമുക്കൊരു കോയാക്സിയൽ കപ്പാസിറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതില് ഈ ഫസ്റ്റത്തെ ഈ സിലിണ്ടറിന്റെ ഈ ഇന്നർ ആയിട്ടുള്ള സിലിണ്ടറിന്റെ റേഡിയസ് ഞാൻ എടുത്തു. ഓക്കെ, സോ ദിസ് ഇസ് ഹാവിംഗ് റേഡിയസ് ഈക്വൽ ടു എ എന്നെടുത്തു. ഇതിന്റെ ഔട്ടർ സിലിണ്ടറിന്റെ റേഡിയസ് ഞാൻ ബി എന്നെടുത്തു. ഓക്കെ, സോ ദ റേഡിയസ് ഓഫ് ദിസ് വിൽ ബി ബി എന്നെടുത്തു. ഓക്കെ, ആൻഡ് ഇന്നർ സിലിണ്ടറിന്റെ ചാർജ് പ്ലസ് ക്യൂ എന്നെടുത്തു. പ്ലസ് ക്യൂ ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് പ്ലസ് റോ എസ് എന്നെടുത്തു. സോറി, ഞാൻ ഇതിന്റെ ലെങ്ത്തിലാണ് ഞാൻ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെ റോ സർഫസ് ആയിട്ടുള്ള കൺസിഡർ ചെയ്യണത്, ഒരു ലൈൻ ചാർജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ റോയൽ ഇത് ഈ ത്രൂ ഔട്ട് ദ ലെങ്ത്. ലെറ്റ് us കൺസിഡർ ദ ലെങ്ത് ഓഫ് ദി സിലിണ്ടർ വിൽ ബി എൽ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ റോയൽ കുളം പെർ മീറ്റർ. റോയലിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂളം പെർ മീറ്റർ. റോയൽ കൂളം പെർ മീറ്റർ. ആൻഡ് ഈ ഔട്ടറിന്റെ ചാർജിനെ ഞാൻ മൈനസ് ക്യൂ എന്ന് എഴുതി. ആൻഡ് ദ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് മൈനസ് റോ എൽ കൂളം പെർ മീറ്റർ. ഓക്കെ, ഇനി ഞാൻ ഈ സർഫസിനെ 1 എന്നും ഇതിനെ ഞാൻ 2 എന്നും വിളിച്ചു. ഉള്ളിലുള്ളതിനെ ഞാൻ 1 ഫസ്റ്റ്. സോ ലെറ്റ് us കൺസിഡർ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 1 ആൻഡ് ദിസ് ഇസ് 2. ഇതിനെ ഞാൻ 2 എന്ന് വിളിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈൻ ചാർജിന്. ഫോർ എ ലൈൻ ചാർജ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ റോ എൽ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ ഇൻറ്റു റോ എ റോ. ഇതാണ്. നിങ്ങൾ ഓർമ്മയില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക കേട്ടോ. സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സർഫസ് ചാർജ് ഡെൻസിറ്റിയും ലൈൻ ചാർജ് ഡെൻസിറ്റിയും വോളിയം ചാർജ് ഡെൻസിറ്റിയും നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒരു ലൈൻ ചാർജ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എക്സ്പ്രഷൻ. Now, in order to derive the capacitance,
you will start with the same equation. C is equal to Q by V. So from here we have to first find out what is electric potential V. It is minus integral E dot dl ആണ്. E dot dl ആണ്. So what is E is this one. What is dl? dl എന്താണ്? dl ഇതൊരു സിലിണ്ടറിക്കൽ കേസ് ആയത് കാരണം ഇതിന്റെ ലെങ്തിലാണ്. സോ dl എന്ന് പറയുന്നത് ഇറ്റ് ഈസ് d rho a rho അല്ലെ. സിലിണ്ടറിക്കൽ കേസിൽ നമുക്ക് 1 റോ 1 എന്നാണ് അല്ലെ. അപ്പൊ ഇവിടെ d rho a rho വരും. ബാക്കി 5 പാരാമീറ്ററിലും z പാരാമീറ്ററിലും നമുക്ക് വേരിയേഷൻ ഇല്ല. സോ d rho റേഡിയസിലെ മാത്രമാണ് നമുക്ക് വേരിയേഷൻ ഇവിടെ വരുന്നത് അല്ലെ. ഇതിന്റെ റേഡിയസ് ചെയ്യും, ഇതിന്റെ റേഡിയസ് ചെയ്യും, അങ്ങനെയാണ് നമുക്ക് വേരിയേഷൻ വരുന്നത്. സോ ഇറ്റ് ഈസ് d rho a rho cap. So this will be equal to minus integral rho L divided by 2 pi epsilon rho a rho cap dot d rho into a rho cap. And this will be equal to minus rho L divided by 2 pi epsilon into integral. എവിടെ തൊട്ട് എവിടെ വരെയാണ്? പ്ലസ് ഏതാണ്? ഇതല്ല, അത് മുകളിൽ വരണം. സോ 1 മുകളിൽ വരണം, 2 താഴെയും വരണം അല്ലെ. ഇങ്ങനെയാണ് വരേണ്ടത്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്? 2 എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ബി ആണ്, 1 എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് എ ആണ്. വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു റോ അല്ലേ. സോ ഇത് ബി ടു എ എന്ന് വരും അല്ലെ. ബി ടു എ ഇൻറ്റു എന്ത് വരും? ഡി റോ ഡിവൈഡഡ് ബൈ റോ എന്ന് വരും അല്ലെ. അതായത് എറോ ഡോട്ട് എറോ 1 ആണ്. സോ ഡി റോ ഡിവൈഡഡ് ബൈ റോ എന്ന് മാത്രം വരും. ഓക്കെ, സോ ദിസ് ഇസ് ദ ഇന്റഗ്രേഷൻ. ഇത് നമുക്ക് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് റോ എൽ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ ഇൻറ്റു ഇനി 1 ബൈ റോ ഡി റോ എന്ന് പറയുന്നത് എൽ എൻ ആണ്, ലോഗ് ആണ് അല്ലെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ. സോ എൽ എൻ റോ എന്ന് വരും. ലിമിറ്റ് ഈസ് ഫ്രം ബി ടു എ. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് റോ എൽ ഡിവൈഡഡ് ബൈ 2 പൈ എപ്സിലോൺ ഇൻറ്റു ഇവിടെ എന്താ വരിക? എൽ എൻ എ മൈനസ് എൽ എൻ ബി വരും. Or I can write this as minus rho L divided by 2 pi epsilon into ln A by B എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ തിരിച്ച് ഇതിനെ B by A എന്ന് എഴുതിയാൽ എനിക്ക് എന്താക്കാം? എനിക്ക് മൈനസ് ചാർജ് കളയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ബാക്കി ഇവിടെ എഴുതാം കേട്ടോ. ഇതിന്റെ ബാക്കി ഇങ്ങോട്ടാണ് എഴുതുന്നത്. So V is equal to rho L divided by 2 pi epsilon into ln B by A എന്ന് എഴുതി. Okay, ln B by A. ഇനി കപ്പാസിറ്റൻസ് എഴുതാനായിട്ട് പറ്റും. What is capacitance? C is equal to Q by V. So what is Q? Q എന്താണ്? Q will be is equal to എന്തായിരുന്നു? ലൈൻ ചാർജ് ഇൻറ്റു ലെങ്ത് വരും അല്ലെ. സോ ലൈൻ ചാർജ് ഡെൻസിറ്റി റോ എൽ ആണ്, ലെങ്ത് എൽ ആണ്. സോ റോ എൽ ഇൻറ്റു എൽ വരും. So rho L into L divided by what is V? V is rho L divided by 2 pi epsilon into ln of V by A. Okay, rho L cancel ആയിപ്പോയി. ഇനി ഈ സിയുടെ 2 pi epsilon എവിടെ പോകും? മേളിൽ പോകും അല്ലെ. സോ 2 pi epsilon L divided by ln B by A. Okay. So this is capacitance. ഇത്രയും എന്താണ് കപ്പാസിറ്റൻസ്? ഫാരഡ് ആണ് അല്ലെ. കപ്പാസിറ്റൻസ് ഫാരഡിലാണ് നമ്മൾ യൂണിറ്റ് പറയുക. ഓക്കെ, അത് ഓർത്തിരിക്കും. So this is one more important equation regarding the capacitance of coaxial capacitor. Okay, ഇനി ഈ കപ്പാസിറ്റൻസ് ഒക്കെ എന്താണ്? പെർ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ദിസ് ഇസ് കപ്പാസിറ്റൻസ് പെർ, ഇവിടെ ഞാൻ പറയാം. നമുക്ക് എക്സ്പ്രഷൻ കിട്ടി. Capacitance C is equal to 2 pi epsilon L divided by ln B by A farads. Now, if you want to find out the capacitance per unit length, capacitance per unit length, then എന്തായിരിക്കും? സി എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത് എടുക്കുമ്പോൾ സി ഈ എൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും അല്ലെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു 2 pi epsilon divided by ln B by A. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാലും മതി. ഓക്കെ, പെർ ലെങ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ലെങ്തോട് ഡിവൈഡ് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, സോ ഇതിന്റെ യൂണിറ്റ് അപ്പൊ എന്താകും? ഫാരഡ് പെർ മീറ്റർ ആകും.
മാത്രം. അത്രയും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് സ്പെറിക്കൽ കപ്പാസിറ്റർ ആണ്. സ്പെറിക്കൽ കപ്പാസിറ്റൻസ് എങ്ങനെയാണ് ചെയ്യുക? സ്പെറിക്കൽ കപ്പാസിറ്റൻസ്, സോ ലെറ്റ് us കൺസിഡർ സ്പെറിക്കൽ കപ്പാസിറ്റർ. സ്പെറിക്കൽ കപ്പാസിറ്ററിൽ ഞാനിങ്ങനെ സ്ഫിയർ ആണ് എടുക്കേണ്ടത്, പക്ഷെ ഞാൻ 2 സർക്കിൾ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ ലെറ്റ് us കൺസിഡർ 2 സ്ഫിയേഴ്സ്. കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിട്ടാണ് ഞാൻ അതിനെടുക്കുന്നത്. 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ലെറ്റ് us കൺസിഡർ ദ റേഡിയസ് ഓഫ് ദിസ് വിൽ ബി എ. ഇത് എ ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദ റേഡിയസ് ഓഫ് ദ സെക്കൻഡ് വൺ വിൽ ബി ബി. ഇത് ബി ആണെന്ന് വിചാരിക്കുക. ആൻഡ് ദ ചാർജ്, ടോട്ടൽ ചാർജ് പ്രസന്റ് ഇൻ ഫസ്റ്റ് സ്ഫിയർ, ഇത് 1 എന്നെടുത്തു, ഇത് 2 എന്നെടുത്തു. ആൻഡ് ദ ടോട്ടൽ ചാർജ് ഇസ് പ്ലസ് ക്യൂ, ഹിയർ ഇറ്റ് ഈസ് മൈനസ് ക്യൂ. ആൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ എന്താണ് എഴുതുന്നത് ഞാൻ? ഹിയർ ഐ ക്യാൻ റൈറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ ആസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഓക്കെ, സോ ഞാനിത് റോ വി ആയിട്ടും ഇത് മൈനസ് റോ വി ആയിട്ട് എഴുതും. ഓക്കെ, now you have to find out the capacitance of the spherical capacitor. അപ്പൊ എന്താണ് ഒരു സ്പെറിക്കൽ കപ്പാസിറ്റർ? നമ്മൾ ഓൾറെഡി സ്ഫിയർ മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? സോ a point charge is situated at the center of the sphere, which will produce an electric field intensity which is equal to Q divided by 4 pi epsilon r square into AR ക്യാപ്. ഇതായിരുന്നു നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അല്ലെ? ഇനി നമുക്ക് സി കപ്പാസിറ്റൻസ് കാണാം. സി ഇസ് ഈക്വൽ ടു എന്താണ്? ക്യൂ ഡിവൈഡഡ് ബൈ വി ആണ്. നമ്മൾ നേരത്തെ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. വേർ വി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് യൂസിങ് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, സോ ഇവിടെ ഞാൻ എന്താണ് 2 മുതൽ 1 വരെ, കാരണം ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ളത് അല്ലെങ്കിൽ ഹയസ്റ്റ് ചാർജ് ഉള്ളത് നമ്മൾ മുകളിൽ എഴുതും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ, ഇവിടെ വരുമ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ബി ടു എ ആകും അല്ലെ? ബി ടു എ ആകും. ഈയുടെ ഇക്വേഷൻ ക്യൂ ഡിവൈഡഡ് ബൈ 4 പൈ ആർ സ്ക്വയർ എപ്സിലോൺ ആർ സ്ക്വയർ ഇൻറ്റു എ ആർ ക്യാപ്. വാട്ട് ഇസ് ഡി ആർ? ഡി ആർ എന്തായിരിക്കും? ഡി എൽ എന്തായിരിക്കും? ഡി എൽ ഇവിടെ നമ്മൾ ഈ റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ് ഈ ചേഞ്ച് വരുന്നത്. സോ വാട്ട് ഇസ് ഡി എൽ? ഡി എൽ ഇസ് ഈക്വൽ ടു 1 ആർ സൈൻ തീറ്റ എന്നാണ്. അപ്പൊ ഇവിടെ ഇത് രണ്ടും വേരിയേഷൻ ഇല്ല, ഈ 2 പാരാമീറ്ററിലും വേരിയേഷൻ ഇല്ല, ഇവിടെ മാത്രമാണ് വേരിയേഷൻ ഉള്ളത്. സോ ഇറ്റ് ഇസ് ഡി ആർ എ ആർ ക്യാപ് എന്ന് വരും. സോ ഡി ആർ എ ആർ ക്യാപ്. ഓക്കെ, so this will be equal to minus integral b to a q divided by 4 pi epsilon r square into dr എന്ന് വരും. കാരണം a r dot a r 1 ആണ്. ഓക്കെ, സോ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ q ഡിവൈഡഡ് ബൈ 4 pi epsilon പുറത്തെഴുതി, ഇന്റഗ്രൽ b to a ഇവിടെ മൈനസ് ഉണ്ട്, 1 by r square dr എന്ന് വരും. 1 by r square dr എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് 1 by r ആണ്. ഓക്കെ, so it is minus q divided by 4 pi epsilon into 1 by r. Minus 1 by r ആയിട്ട് വരിക, minus 1 by r. ഇത് b to a ആണ്. So minus minus പോസിറ്റീവ് ആയി, it is q divided by 4 pi epsilon into 1 by a minus 1 by b എന്ന് കിട്ടും. So this is the expression for voltage. ഇത് വോൾട്ടേജിന്റെ എക്സ്പ്രഷൻ ആണ്. So what is capacitance? Capacitance can be Q by V അല്ലെ? So Q എന്ന് പറഞ്ഞാൽ എന്താണ്? Q is nothing but ഇവിടെയും Q ആണ്, ഇവിടെയും Q ലാണ്. അപ്പൊ നമുക്ക് അത് എഴുതേണ്ട ആവശ്യമില്ല. So Q divided by Q by 4 pi epsilon into 1 by a minus 1 by b എന്ന് വരും. So ഇവിടെ Q ഉം Q ഉം ക്യാൻസൽ ആയിപ്പോയി, 4 pi epsilon മുകളിൽ പോകും. So 4 pi epsilon divided by 1 by a minus 1 by b. So this is the capacitance of a spherical capacitor. ഓക്കെ, ഇത്രയും ഫാരഡ്സ് ആണ് നമുക്ക് വരിക കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനകത്ത് നമ്മളൊരു സ്പെഷ്യൽ കേസ് ആയിട്ട് നോക്കുന്നത്, ലെറ്റ് us കൺസിഡർ എ ഹോളോ സ്ഫിയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിപ്പോ നമ്മൾ 2 കോൺസെൻട്രിക് സ്ഫിയർ ആയിട്ട് എടുത്തിട്ടാണ് അതിന്റെ ഇടയിലുള്ള കപ്പാസിറ്റൻസ്, ആ 2 കോൺസെൻട്രിക് സ്ഫിയേഴ്സിന്റെ ഇടയിൽ നമുക്ക് വരുന്ന കപ്പാസിറ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. നൗ I have to find out what is the capacitance of a hollow sphere. അതായത് ഇതിനകത്ത് ഈ ഫസ്റ്റത്തെ സ്ഫിയർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുറത്തേക്കുള്ള കപ്പാസിറ്റൻസ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഈ സ്പെറിക്കൽ കപ്പാസിറ്ററിൽ സ്പെഷ്യൽ കേസ് capacitance of a hollow sphere
എ ഹോളോ സ്ഫിയർ ഓഫ് റേഡിയസ് എ. ഓക്കെ, അപ്പൊ നമുക്ക് ആകെ ഒരൊറ്റ ഒരു സ്ഫിയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ റേഡിയസ് എന്താണ്? റേഡിയസ് എ ആണ്. ഓക്കെ, ലെറ്റ് ദ ചാർജ് വിൽ ബി ക്യൂ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? അറിയാവുന്ന ഇക്വേഷൻ കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? 4 π എപ്സിലോൺ ഇൻറ്റു അല്ലെ, എന്തായിരുന്നു ഇക്വേഷൻ? 4 π എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1/a മൈനസ് 1/b അല്ലെ. 4 π എപ്സിലോൺ ഡിവൈഡഡ് ബൈ 1/a മൈനസ് 1/b. ഇത്രയും ഫാരഡ്സ് ആണ് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നമുക്ക് ബി ഇല്ല അല്ലെ. ബി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള കപ്പാസിറ്റൻസ് ആണ് കാണുന്നത്. സോ ദ സെക്കൻഡ് സ്ഫിയർ ക്യാൻ ബി കൺസിഡേർഡ് വിത്ത് എ റേഡിയസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ ഇവിടെ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ബി ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഇംപ്ലൈസ് 1/b ടെൻസ് ടു എന്താകും? 0 ആകും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എന്താകും? ഈ ഇക്വേഷൻ എന്താകും? കപ്പാസിറ്റൻസ് C is equal to 4 π epsilon divided by 1/a minus 0 എന്ന് വരും. So this is equal to 4 π epsilon divided by 1/a വരും. For C is equal to a മോളിൽ പോയിട്ടുണ്ടെങ്കിൽ 4 π epsilon into a എന്ന് വരും. Okay, so this is the capacitance of a hollow sphere with a radius equal to a. Okay, ഇതാണ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനകത്ത് ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. So let us consider a problem. The capacitance of an isolated sphere. Isolated sphere അല്ലെങ്കിൽ hollow sphere എന്നൊക്കെ പറഞ്ഞാൽ സെയിം തന്നെയാണ് കേട്ടോ. ഇറ്റ് ഈസ് ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ വേറെ ഇല്ല, നമുക്ക് ഒരൊറ്റ സിംഗിൾ സ്ഫിയർ ഉള്ളൂ. So it is a hollow sphere of radius 10 centimeter in air is equal to how much picofarad? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരൊറ്റ ഒരു സിംഗിൾ സ്ഫിയറേ ഉള്ളൂ. So what is the capacitance expression? 4 π epsilon into a ആണ് നമുക്ക് എക്സ്പ്രഷൻ. അത്രയും ഫാരഡ്സ് ആണ് നമുക്ക് എക്സ്പ്രഷൻ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 4 π epsilon നമുക്കതൊന്നും തന്നിട്ടില്ല. നമുക്കറിയാം 1/4 π epsilon എന്ന് പറയുന്നത് എന്താണ്? 9 into 10⁻⁹ ആണെന്നുള്ളത് അറിയാം. സോ 4 π epsilon എന്ന് പറയുമ്പോൾ 1/9 into 10⁻⁹ വരും അല്ലെ. ഇൻറ്റു എ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ എത്രയാണ്? എ ഈസ് ഗിവൺ ആസ് 10 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇതിനെ മീറ്ററിലേക്ക് മാറ്റുന്ന സമയത്ത് എന്ത് വരും? സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറുമ്പോൾ 0.1 മീറ്ററിനായിരിക്കും വരിക അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 0.1 മീറ്റർ. അത്രയും ഫാരഡ്സ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/9 ഇൻറ്റു ഇത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും 0.1 എന്ന് പറയുമ്പോൾ 10⁻⁻1, മറ്റേത് മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁹ എന്ന് വരും. സോ 1/9 ഇൻറ്റു 10⁻⁻10 ഇത്രയും ഫാരഡ്സ് ആണ് നമുക്ക് ആൻസർ വരുന്നത്. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമുക്ക് പീക്കോ ഫാരഡിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. സോ പീക്കോ ഫാരഡ് എന്ന് പറഞ്ഞാൽ 10⁻⁻12 ആണ്. സോ 1/9 ഇൻറ്റു 10⁻⁻10 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 10² എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 10² എന്ന് പറയുമ്പോൾ 100 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു അത്രയും പീക്കോ ഫാരഡ് വരും. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 100/9 എന്ന് പറയുമ്പോഴത്തേക്കും 11.1 ഇത്രയും പീക്കോ ഫാരഡ് ആണ് വരിക ആൻസർ. ഓക്കെ, സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. സോ വാട്ട് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ? ഞാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കുറെ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ എക്സ്പ്രഷൻ ആദ്യം എഴുതട്ടെ. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ എനർജി സ്റ്റോർ. കപ്പാസിറ്ററിൽ എവിടെയാണ് എനർജി സ്റ്റോർ ചെയ്യുക? എനർജി സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം. എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ കപ്പാസിറ്റർ is equal to എന്തായിരുന്നു നമ്മുടെ എക്സ്പ്രഷൻ? നമുക്കറിയാവുന്ന എക്സ്പ്രഷൻ ആണ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു മോഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പൊ ഈ എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം ഇൻ എ കപ്പാസിറ്റർ ഈസ് ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു മോഡ് ഓഫ് ഇ സ്ക്വയർ. ഇ എന്താണ് അവിടെ? ഇലക്ട്രിക് ഫീൽഡ് ആണ് കേട്ടോ. വേർ ഇ ഈസ് ഇലക്ട്രിക് ഫീൽഡ്.
ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സിമിലർലി ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കാനുള്ള ഒരു ഇക്വേഷനും കൂടെ ഇതിന്റെ ഒപ്പം പഠിച്ചു വയ്ക്കൂ. എനർജി അത് നമ്മൾ മാഗ്നറ്റിക് സ്റ്റാറ്റിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമെങ്കിലും ഇപ്പൊ ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പെർ യൂണിറ്റ് വോളിയം അവിടെ നമ്മൾ ഇൻഡക്ടർ ആയിരിക്കും എടുക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് സ്ക്വയർ, വേർ എച്ച് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. ഓക്കെ, അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻ ഓർത്തിരിക്കുക. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഈ ഹാഫ് എപ്സിലോൺ ഇ സ്ക്വയർ എന്ന് പറയുന്നത് കറക്റ്റ് ആവുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സോ ഫോർ ദാറ്റ് കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കൺസിഡർ ചെയ്യാം. So this is a parallel plate capacitor with the area of cross section A and the distance of separation between them is D ആണ്. Okay, and this is the x direction. ഇങ്ങനെയാണ് വിചാരിക്കുക. So what is the electric field? ഇത് parallel plate capacitor ആണ്. ഇവിടെ electric field എന്തായിരുന്നു? Rho s divided by epsilon ax എന്നായിരുന്നു അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് വിതിൻ ദിസ്, ഈ പാരലൽ പ്ലേറ്റിന്റെ ഇതിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സ്പ്രഷൻ, എനർജി സ്റ്റോറിന്റെ എക്സ്പ്രഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ എനർജി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എനർജി ഇസ് ഈക്വൽ ടു നമുക്ക് എക്സ്പ്രഷൻ എന്താണ്? ഇത്രയും. ഇത് പെർ യൂണിറ്റ് വോളിയം ആണ്. സോ ടോട്ടൽ എനർജി എങ്ങനെ കാണാം? നമ്മൾ വോളിയം കൊണ്ട് നമ്മൾ ഇത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യണം. ടോട്ടൽ വോളിയത്തിൽ കാണണം എന്നുണ്ടെങ്കിൽ അല്ലെ. സോ എനർജി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ഇ സ്ക്വയർ. ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഡി വി. ഓക്കെ, സോ ഇങ്ങനെ എഴുതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു വാട്ട് ഇസ് ഇ, നമുക്ക് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. സോ റോ എസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ, അതിന്റെ സ്ക്വയർ അല്ലെ, അതിന്റെ സ്ക്വയർ. വാട്ട് ഇസ് ഡി വി ഓക്കെ, ഡി വി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ. ഇവിടെ നോക്കി, എപ്സിലോൺ ഇവിടെ ഒരെണ്ണമുണ്ട്, ഇവിടെ അടിയിൽ സ്ക്വയർ ഉണ്ട്. സോ ഡിനോമിനേറ്ററിൽ ഒരു എപ്സിലോൺ വരും അല്ലെ. സോ അല്ലെങ്കിൽ നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാം. സോ ഇന്റഗ്രൽ 1/2 ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു റോ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു ഡി വി. എന്താണ് ഡി വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? വോളിയം ഓഫ് ദി സ്ഫെറിക്കൽ ഈ കപ്പാസിറ്റർ അല്ലെ. ഇതിന്റെ ഏരിയ എയും ഡിസ്റ്റൻസ് ഡിയും ആണെങ്കിൽ വാട്ട് ഈസ് ദ വോളിയം ഇൻസൈഡ് ദിസ് കപ്പാസിറ്റർ? എ ഇൻറ്റു ഡി വരും അല്ലെ. സോ വോളിയം വിൽ ബി എ ഇൻറ്റു ഡി എന്ന് വരും. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷന്റെ സൈനിന്റെ ആവശ്യമില്ല. സോ ഹാഫ് കോൺസ്റ്റന്റ്, എപ്സിലോൺ കോൺസ്റ്റന്റ്, റോ എസ് സ്ക്വയർ കോൺസ്റ്റന്റ്, എപ്സിലോൺ സ്ക്വയർ കോൺസ്റ്റന്റ്. സോ ഇന്റഗ്രൽ ഡി വി എന്ന് പറയുമ്പോൾ ടോട്ടൽ വോളിയം ആണ് അല്ലെ. സോ വിച്ച് മീൻസ് ദാറ്റ് ഇവിടെ ഞാൻ എഴുതാം ഇന്റഗ്രൽ ഡി വി ഇസ് ഈക്വൽ ടു ടോട്ടൽ വോളിയം ഇസ് എ ഇൻറ്റു ഡി എന്ന് വരും അല്ലെ. അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു റോ എ സ്ക്വയർ ബൈ എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു എ ഡി എന്ന് വരും. സോ ഇവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളുടെ എക്സ്പ്രഷൻ നമ്മൾ എവിടെ വരെയാണ് ഡിറൈവ് ചെയ്തത്? എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു റോ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു ഡി. ഇത്രയാണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചത് അല്ലെ. നൗ വി നോ ദാറ്റ് വി പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൽ റോ എസ് ബൈ എപ്സിലോൺ ഇൻറ്റു ഡി എന്നാണ് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ഇസ് റോ എസ് ബൈ എപ്സിലോൺ ആയിരുന്നു അല്ലെ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഇ ബൈ ഡി ആയിരിക്കും വരും. സോ എനിക്ക് ഇതാണ് ആൻസർ കിട്ടുക, വിയുടെ എക്സ്പ്രഷൻ. സോ ഞാൻ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണെന്ന് നോക്കിയേ. ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ, ഒരു എപ്സിലോൺ കട്ട് ചെയ്തു കേട്ടോ, ഇൻറ്റു എ ഡി എഴുതി, ഇൻറ്റു എ ഇൻറ്റു ഡി എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ റോ എസ് ബൈ എപ്സിലോൺ ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഒരുമിച്ച് എഴുതട്ടെ. ഹാഫ് ഇൻറ്റു റോ എസ് ബൈ എപ്സിലോൺ ഇൻറ്റു ഡി അല്ലെ, ഇൻറ്റു ഡി. ഇത് ഞാൻ ഒരുമിച്ച് എഴുതി. ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു റോ എസ് ഉണ്ട്, പിന്നെ ഒരു എയും കൂടി ഉണ്ട് അല്ലെ. റോ എസും ഉണ്ട്, പിന്നെ ഒരു എയും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഇനി ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. എനിക്ക് സിയുടെ എക്സ്പ്രഷൻ അറിയാം. സി ഇസ് ഈക്വൽ ടു എന്താണ്? എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ്. എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, സി എന്ന് പറയുന്നത്.
സോ ഞാൻ ഇവിടെ ഹാഫ് ഇൻറ്റു, ഇവിടെ റോ എസ് ഉണ്ടല്ലോ, റോ എസ് അല്ലെ, 2 പ്രാവശ്യം ഉണ്ട്. അപ്പൊ റോ എസ് സ്ക്വയർ ആണ്. ഞാൻ ഇവിടെ ഒരു ഡി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ഒരു ഡി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ ഡി സ്ക്വയർ എന്നാക്കി. അപ്പൊ എന്ത് ചെയ്യണം, ഞാൻ ഒരു ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഒരു ഡി കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. ഇനി ഇവിടെ എന്തുണ്ട്, എപ്സിലോൺ ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഒരു എപ്സിലോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അടിയിൽ. സോ ഇവിടെ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്സിലോൺ സ്ക്വയർ ആക്കി. ഞാൻ അതിനെ എല്ലാം കൂടെ ഹോൾ സ്ക്വയർ ആക്കട്ടെ, ഹോൾ സ്ക്വയർ ആക്കി. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, ഒരു എപ്സിലോൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ ഒരു എയും കൂടി ഉണ്ട്. സോ എപ്സിലോൺ എ ബൈ ഡി എന്ന് ഇവിടെ വന്നു. സോ വാട്ട് ഇസ് ദിസ്, ഹാഫ് ഇൻറ്റു, ഇതെന്താണ്, റോ എസ് ഇൻറ്റു ഡി ബൈ എപ്സിലോൺ എന്ന് പറയുന്നത് വി ആണ്. സോ ഇറ്റ് ഇസ് വി സ്ക്വയർ. ഇതെന്താണ്, ദിസ് ഇസ് സി. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു സി വി സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഒരു എക്സ്പ്രഷൻ ആണല്ലോ അല്ലെ. ഹാഫ് സി വി സ്ക്വയർ ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്താണ് എഴുതിയ, ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു അല്ലെ, ഹാഫ് ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇ സ്ക്വയർ എന്ന് എഴുതി അല്ലെ. അപ്പൊ 2 എക്സ്പ്രഷനും സെയിം തന്നെയാണെന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ ഈ എക്സ്പ്രഷൻ ഒക്കെ ഓർത്തിരിക്കുക, വോൾട്ടേജിന്റെ എക്സ്പ്രഷന്, കപ്പാസിറ്റൻസിന്റെ എക്സ്പ്രഷൻ ഒക്കെ ഓർത്തിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് എളുപ്പമാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കപ്പാസിറ്ററിനെ പറ്റിയിട്ടായിരുന്നു. ഇനി കപ്പാസിറ്റൻസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. PWD ഇലക്ട്രോണിക്സിലേക്കുള്ള കോഴ്സ് ഏണസ്റ്റ് അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് അക്കാഡമിയിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്നും ലഭിക്കുന്നതാണ്. താങ്ക് യു.